ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ബൈബിൾ വായന 39-ാം ദിവസം. ന്യായപ്രമാണങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം, 75-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഇസ്രായേല്യർക്കുള്ള ദൈവപ്രമാണങ്ങൾ കൈമാറിയതിനു ശേഷം അടിമകളെയും മൃഗങ്ങളെയും സംബന്ധിച്ച് പാലിക്കേണ്ട ന്യായപ്രമാണങ്ങളും വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ അവരുടെ സാമൂഹ്യ ജീവിതത്തിന് ഉപകരിക്കുന്ന മാർഗരേഖകളും നിർദ്ദേശങ്ങളും ഇന്നേ ദിവസം നാം വായിക്കുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് കുഷ്ഠരോഗത്തിൽ നിന്നുള്ള ശരീരശുദ്ധിയും ഭവനശുദ്ധിയും സംബന്ധിച്ച നിയമങ്ങളും നാം വായിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം, അടിമകളുടെ മോചനം സംബന്ധിച്ച്. നീ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ട ന്യായപ്രമാണങ്ങൾ ഇവയാണ്. ഹെബ്രായനായ ഒരടിമയെ നീ വാങ്ങിയാൽ അവൻ നിന്നെ 6 വർഷം സേവിച്ചു കൊള്ളട്ടെ. 7-ാമത്തേതിൽ അവൻ സൗജന്യമായി സ്വതന്ത്രനായി പോകട്ടെ. അവൻ ഏകസ്ഥനായാണ് വന്നതെങ്കിൽ ഏകസ്ഥനായി തന്നെ പൊയ്ക്കൊള്ളട്ടെ. ഭാര്യാസമേതനാങ്കിൽ ഭാര്യയെയും അവൻ്റെ കൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഒരു സ്ത്രീയെ നൽകുകയും അവൾ പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയും അവളുടെ കുട്ടികളും അവളുടെ യജമാനൻ്റെ വകയായിരിക്കും. ആകിയാൽ അവൻ ഏകസ്ഥനായി പോകണം. എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ആ ദാസൻ തീർത്തു പറഞ്ഞാൽ അവൻ്റെ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടു ചെല്ലണം. കതകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ അവനെ ചെന്ന് അവൻ്റെ യജമാനൻ അവൻ്റെ കാത് തോൽ സൂചി കൊണ്ട് തുളയ്ക്കണം. അവൻ എന്നേക്കും അയാളെ സേവിക്കും. ഒരാൾ തൻ്റെ പുത്രിയെ ദാസിയായി വിൽക്കുകയാണെങ്കിൽ ദാസന്മാർ വിട്ടുപോകുന്നത് പോലെ അവൾ വിട്ടുപോകാൻ പാടില്ല. എന്നാൽ യജമാനൻ അവളെ തനിക്കായി നിശ്ചയിച്ചിരിക്കെ തൻ്റെ ദൃഷ്ടികളിൽ അവൾ അപ്രിയയായാൽ അവളെ വീണ്ടെടുക്കാൻ അവൻ അനുവദിക്കണം. അവൻ അവളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അന്യജനത്തിന് അവളെ വിൽക്കാൻ അവന് അധികാരമില്ല. അവൻ അവളെ തൻ്റെ പുത്രന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പുത്രിമാരുടെ അവകാശപ്രകാരം അവളോട് പെരുമാറണം. അവൻ മറ്റൊരുവളെ തനിക്കായി സ്വീകരിച്ചാൽ പോലും ഇവൾക്കുള്ള ഭക്ഷണത്തിനോ ഇവളുടെ വസ്ത്രത്തിനോ ഇവളുമായുള്ള സഹവാസത്തിനോ കുറവ് വരുത്തരുത്. ഇവ മൂന്നും ഇവൻ ഇവളോട് ചെയ്യുന്നില്ലെങ്കിൽ പണം കൂടാതെ സൗജന്യമായി ഇവൾ പോകട്ടെ. മർദ്ദകനെ ശിക്ഷിക്കുന്നത് സംബന്ധിച്ച്. ഒരുവൻ മർദ്ദിക്കുകയും ആൾ മരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും വധിക്കപ്പെടണം. എന്നാൽ അവൻ കരുതിക്കൂട്ടിയല്ലാതെ ദൈവം അവൻ്റെ കൈകൊണ്ട് അത് ഇടയാക്കിയതാണെങ്കിൽ അവന് പലായനം ചെയ്യാനുള്ള ഒരു സ്ഥലം ഞാൻ നിനക്ക് നിശ്ചയിച്ചു തരും. എന്നാൽ ഒരാൾ തൻ്റെ അയൽക്കാരൻ്റെ മേൽ കോപം മൂത്ത് തന്ത്രപൂർവ്വം അവനെ കൊല്ലുന്നെങ്കിൽ അയാളെ വധിക്കേണ്ടതിന് നീ എൻ്റെ ബലിപീഠത്തിങ്കൽ നിന്ന് പോലും അയാളെ പിടികൂടണം. സ്വന്തം പിതാവിനെയോ മാതാവിനെയോ മർദ്ദിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം. ഒരാളെ തട്ടിയെടുക്കുന്നവൻ അയാളെ അവൻ വിറ്റാലും അയാൾ അവൻ്റെ പക്കൽ കാണപ്പെട്ടാലും തീർച്ചയായും വധിക്കപ്പെടണം. സ്വന്തം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം. ആളുകൾ ശണ്ട കൂടുമ്പോൾ ഒരാൾ തൻ്റെ അയൽക്കാരനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ ഇടിക്കുകയും മരിച്ചില്ലെങ്കിലും അവൻ ശയ്യാവലംബിയാവുകയും ചെയ്തുവെന്നിരിക്കട്ടെ, അവൻ എഴുന്നേൽക്കുകയും തൻ്റെ ഊന്നുവടിയോടെ പുറത്ത് സഞ്ചരിക്കുകയും ചെയ്താൽ
മർദ്ദകൻ കുറ്റവിമുക്തനായിരിക്കും. എങ്കിലും അയാൾ അവൻ്റെ വിശ്രമകാലത്തേക്ക് വേണ്ടത് നൽകണം. സുഖപ്പെടും വരെ അവനെ ചികിത്സിക്കുകയും വേണം. ഒരാൾ തൻ്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ട് പ്രഹരിക്കുകയും അവൻ അയാളുടെ കൈക്കീഴിൽ തന്നെ മരിക്കുകയും ചെയ്താൽ നിശ്ചയമായും പ്രതികാരം ചെയ്യപ്പെടണം. എന്നാൽ അവൻ 1-2 ദിവസം കൂടി അതിജീവിച്ചാൽ പ്രതികാരം ചെയ്യപ്പെടരുത്. കാരണം അവൻ അയാളുടെ ധനമാണ്. ആളുകൾ വഴക്കടിക്കുമ്പോൾ അവർ ഒരു ഗർഭിണിയെ തള്ളിയിടുകയും അവളുടെ കുട്ടികൾ പുറത്തു വരികയും എന്നാൽ ആപത്തൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം പിഴ വസൂലാക്കപ്പെടണം. ആ സ്ത്രീയുടെ ഭർത്താവ് അവൻ്റെ മേൽ ചുമത്തുന്നതനുസരിച്ച് അയാൾ ന്യായാധിപന്മാർ മുഖേന നൽകണം. എന്നാൽ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ നീ ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, പ്രഹാരത്തിന് പകരം പ്രഹാരം. ഒരാൾ തൻ്റെ ദാസൻ്റെ കണ്ണോ ദാസിയുടെ കണ്ണോ അടിച്ചു പൊട്ടിച്ചാൽ അവൻ്റെ കണ്ണിന് പകരം അയാൾ അവനെ സൗജന്യമായി വിട്ടയക്കണം. ഒരാൾ തൻ്റെ ദാസൻ്റെ പല്ലോ ദാസിയുടെ പല്ലോ അടിച്ചു കൊഴിച്ചാൽ അവൻ്റെ പല്ലിന് പകരം അയാൾ അവനെ സൗജന്യമായി വിട്ടയക്കണം. വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ച് ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തുകയും അയാൾ മരിക്കുകയും ചെയ്താൽ ആ കാള കല്ലെറിയപ്പെടുക തന്നെ വേണം. അതിൻ്റെ മാംസം ഭക്ഷിക്കപ്പെടരുത്. എന്നാൽ കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും. എന്നാൽ ഒരു കാള പതിവായി കുത്തുന്നതായിരിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെതിരെ പരാതിയുണ്ടായിട്ടും അവൻ അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയും അതൊരു പുരുഷനെയോ സ്ത്രീയോ കൊല്ലുകയും ചെയ്താൽ ആ കാള കല്ലെറിയപ്പെടണം. അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം. അവൻ്റെ മേൽ പരിഹാരദ്രവ്യം ചുമത്തപ്പെട്ടാൽ അവൻ തൻ്റെ മേൽ ചുമത്തപ്പെട്ടതെല്ലാം അനുസരിച്ച് തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പ് വില നൽകണം. അത് ഒരു മകനെ കുത്തുകയോ ഒരു മകളെ കുത്തുകയോ ചെയ്താലും ഈ നിയമം അനുസരിച്ച് തന്നെ അവനോട് ചെയ്യപ്പെടണം. ഒരു ദാസനെയോ ദാസിയെയോ ആണ് കാള കുത്തുന്നതെങ്കിൽ അയാളുടെ യജമാനന്മാർക്ക് 30 ഷെക്കൽ വെള്ളി അവൻ നൽകണം. കാള കല്ലെറിയപ്പെടുകയും വേണം. ഒരാൾ കിണർ തുറന്നിടുന്നത് മൂലമോ കിണർ കുഴിച്ചിട്ട് അത് മൂടാതിരിക്കുന്നത് മൂലമോ അവിടേക്ക് ഒരു കാളയെയോ കഴുതയോ വീഴാനിടയായാൽ അയാൾ പരിഹാരം ചെയ്യണം. പണം അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നൽകണം. എന്നാൽ ചത്ത മൃഗം അയാൾക്കുള്ളതായിരിക്കും. ഒരാളുടെ കാള തൻ്റെ അയൽക്കാരൻ്റെ കാളയെ ആക്രമിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിറ്റിട്ട് അതിൻ്റെ പണം പങ്കിടണം. ചത്ത കാളയെയും പങ്കിടണം. എന്നാൽ കാള പതിവായി കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിൻ്റെ ഉടമസ്ഥൻ അതിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ നഷ്ടപരിഹാരം കൊടുക്കണം. ചത്ത മൃഗം അവനുള്ളതായിരിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരാൾ കാളയെയോ ആട്ടിൻകുട്ടിയെയോ മോഷ്ടിച്ച് അതിനെ അറക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അയാൾ ഒരു കാളയ്ക്ക് പകരം 5 കന്നുകാലികളെയും ഒരു ആട്ടിൻകുട്ടിക്ക് പകരം 4 ആട്ടിൻകുട്ടികളെയും പരിഹാരമായി നൽകണം. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം. ത്വക്ക് രോഗ ശുദ്ധീകരണം. കർത്താവ് മോശയോട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സംബന്ധിച്ച നിയമം അവൻ്റെ ശുദ്ധീകരണ ദിനത്തിൽ ഇതായിരിക്കട്ടെ. അവനെ പുരോഹിതൻ്റെ പക്കലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് ചെല്ലണം. അവനെ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ കുഷ്ഠരോഗിയിൽ നിന്ന് കുഷ്ഠബാധ സുഖപ്പെട്ടിരിക്കുന്നു. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ശുദ്ധിയുള്ളതും ജീവനുള്ളതുമായ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചമന്ന നൂൽ, ഹിസോപ്പ് എന്നിവ തന്നെ ശുദ്ധീകരിക്കുന്നതിന് എടുക്കുകയും വേണം. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ഉറവ വെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് ഒരു പക്ഷിയെ അറക്കുകയും വേണം. അവൻ ജീവനുള്ള പക്ഷിയെയും ദേവദാരുത്തടി, ചമന്ന നൂൽ, ഹിസോപ്പ് എന്നിവയും എടുത്ത് ഉറവ വെള്ളത്തിനു മീതെ വെച്ച് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിൽ അവയും ജീവനുള്ള പക്ഷിയെയും മുക്കി കുഷ്ഠത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ മേൽ 7 പ്രാവശ്യം തൂവുകയും അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. അനന്തരം ജീവനുള്ള പക്ഷിയെ തുറസായയിടത്ത് പറത്തിവിടണം. ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി രോമം മുഴുവൻ ക്ഷൗരം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ തൻ്റെ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം. 7-ാം ദിവസമാകുമ്പോൾ അവൻ തൻ്റെ രോമം മുഴുവനും, അതായത് തൻ്റെ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം. രോമം മുഴുവനും വടിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അലക്കി വെള്ളം കൊണ്ട് അവൻ ദേഹം കഴുകണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ
തികവുറ്റ 2 മുട്ടാട്ടിൻകുട്ടികളെയും 1 വയസ്സുള്ള തികവുറ്റ ഒരു പെണ്ണാട്ടിൻകുട്ടിയെയും ധാന്യയാഗത്തിനായി എണ്ണ ചേർത്ത 3 ഇസ്രോൻ നേരിയമാവും 1 ലോഗ് എണ്ണയും കരുതണം. ശുദ്ധീകരണ കർമ്മം നടത്തുന്ന പുരോഹിതൻ അവയോടൊപ്പം ശുദ്ധീകരിക്കപ്പെടേണ്ട ആളോടുകൂടെ അവ കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാര വാതിൽക്കൽ നിർത്തട്ടെ. പുരോഹിതൻ 1-ാമത്തെ മുട്ടാടിനെ എടുത്ത് അതിനെ 1 ലോഗ് എണ്ണയോടുകൂടി പ്രായശ്ചിത്തയാഗമായി കൊണ്ടുവന്ന് അവയെ കർത്താവിൻ്റെ മുമ്പിൽ നിരാജനം ഒഴിയണം. പാപമുക്തിക്കുള്ള യാഗമൃഗത്തെയും ഹോമയാഗമൃഗത്തെയും അറക്കുന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധിയുടെ ഒരു സ്ഥലത്ത് വെച്ച് ചെമ്മരാട്ടിൻ മുട്ടനെ അറക്കണം. എന്തെന്നാൽ പാപമുക്തി യാഗം പോലെ തന്നെയാണ് പ്രായശ്ചിത്തയാഗവും. അത് പുരോഹിതനുള്ളതാണ്. അത് അതിവിശുദ്ധ വസ്തുവാണ്. പുരോഹിതൻ പ്രായശ്ചിത്തയാഗമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്നെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് കീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം പുരോഹിതൻ 1 ലോഗ് എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് പുരോഹിതൻ്റെ തന്നെ ഇടത്ത് കൈക്കുമ്പിളിൽ ഒഴിക്കണം. പുരോഹിതൻ തൻ്റെ ഇടത്ത് കൈക്കുമ്പിളിലെ എണ്ണയിൽ വലത്തുകൈ വിരൽ മുക്കി എണ്ണയിൽ നിന്ന് തൻ്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കർത്തൃസന്നിധിയിൽ തൂകണം. തൻ്റെ ഉള്ളം കൈയിൽ ശേഷിക്കുന്ന എണ്ണയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് കീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്തയാഗത്തിൻ്റെ രക്തത്തിനു മീതെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ ശിരസിൽ അവൻ തന്നെ പുരട്ടണം. അങ്ങനെ പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവനെ പ്രതി പരിഹാരം ചെയ്യണം. പുരോഹിതൻ പാപമുക്തി യാഗം നടത്തി സ്വമലിനതയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി പരിഹാരം ചെയ്യണം. അതിനുശേഷമാണ് അവൻ ഹോമയാഗമൃഗത്തെ അറക്കേണ്ടത്. പുരോഹിതൻ ബലിപീഠത്തിൽ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിക്കണം. അവനെ പ്രതി പുരോഹിതൻ പരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അവൻ ദരിദ്രനും വിഭവശേഷിയില്ലാത്തവനുമാണെങ്കിൽ തന്നെ പ്രതി പരിഹാരമർപ്പിക്കാൻ പ്രായശ്ചിത്തയാഗമായി നീരാജനത്തിന് 1 ആൺചെമ്മരിയാടിനെയും ധാന്യയാഗമായി എണ്ണ ചേർത്ത 1 ഇസ്രോൻ നേരിയമാവും 1 ലോഗ് എണ്ണയും എടുക്കണം. കൂടാതെ അവൻ്റെ വിഭവശേഷി അനുസരിച്ച് 2 ചങ്ങാലികളോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളോ, 1 പാപമുക്തിയാഗമായും മറ്റേത് ഹോമയാഗമായും വേണം. 8-ാം ദിവസം അവൻ തൻ്റെ ശുദ്ധീകരണത്തിനായി കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതൻ്റെ പക്കൽ അവ കൊണ്ടുവരണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺചെമ്മരിയാടിനെയും 1 ലോഗ് എണ്ണയും എടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ അവ നിരാജനമായി ഒഴിയണം. പിന്നെ അവൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺചെമ്മരിയാടിനെ അറക്കണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗമൃഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്ത് കീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ എണ്ണയിൽ നിന്ന് പുരോഹിതൻ്റെ തന്നെ ഇടത്തെ ഉള്ളംകൈയിൽ ഒഴിക്കണം. പുരോഹിതൻ തൻ്റെ ഇടത്തെ ഉള്ളംകൈയിലെ എണ്ണയിൽ നിന്ന് കുറച്ച് വലത്തു ചൂണ്ടുവിരൽ കൊണ്ട് കർത്തൃസന്നിധിയിൽ 7 പ്രാവശ്യം തൂകണം. പുരോഹിതൻ തൻ്റെ ഉള്ളംകൈയിലുള്ള എണ്ണയിൽ നിന്ന് അല്പം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തു കീഴ്ക്കാതിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്തയാഗ രക്തത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളംകൈയിലുള്ള എണ്ണയിൽ നിന്ന് ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി കർത്തൃസന്നിധിയിൽ പരിഹാരമർപ്പിക്കാൻ അവൻ്റെ തലയിൽ പുരട്ടണം. പിന്നെ അവൻ്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിൽ നിന്ന് ചെങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ 1 അവൻ തയ്യാറാക്കണം. കർത്തൃസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി അവൻ്റെ വിഭവശേഷിക്ക് അനുസരിച്ചുള്ളതിനെ 1 പാപമുക്തിയാഗമായും മറ്റതിനെ ഹോമയാഗമായും ധാന്യയാഗത്തിനുമേൽ പുരോഹിതൻ പരിഹാരം ചെയ്യണം. ഇതാണ് ശുദ്ധീകരണം സംബന്ധിച്ച് വിഭവശേഷിയില്ലാത്ത കുഷ്ഠബാധിതനുള്ള നിയമം. ഭവനശുദ്ധി. കർത്താവ് മോശയോടും അഹറോനോടും ഇപ്രകാരം വചിച്ചു: ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അവകാശ നാട്ടിലെ ഒരു വീട്ടിൽ ഞാൻ കുഷ്ഠബാധ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് ഇപ്രകാരം വിവരിക്കണം: വീട്ടിൽ പൂപ്പൽ പോലെ എന്തോ ഞാൻ കാണുന്നു. അപ്പോൾ വീട്ടിലുള്ളവയെല്ലാം മലിനമാകാതിരിക്കേണ്ടതിന് പുരോഹിതൻ പൂപ്പൽ പരിശോധിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ അവർ വീട് കാലിയാക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം.
അതിനുശേഷം പുരോഹിതൻ വീട് പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ പൂപ്പൽ പരിശോധിക്കുമ്പോൾ ഇതാ വീടിൻ്റെ ഭിത്തികളിൽ പൂപ്പൽ, പച്ചയോ ചെമപ്പോ ആയ കുഴികൾ, അവയുടെ ദൃശ്യമോ ഭിത്തിയേക്കാൾ താഴ്ന്നതും. അപ്പോൾ പുരോഹിതൻ വീട്ടിൽ നിന്ന് വീട്ടുവാതിൽക്കലേക്ക് വന്ന് 7 ദിവസത്തേക്ക് വീട് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ ഇതാ പൂപ്പൽ വീടിൻ്റെ ഭിത്തികളിൽ പടർന്നിരിക്കുന്നു. അപ്പോൾ പുരോഹിതൻ കൽപ്പിക്കുകയും അവർ പൂപ്പലുള്ള കല്ലുകൾ പൊളിച്ച് അവ പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് എറിയുകയും വേണം. അനന്തരം ഉള്ളിൽ നിന്ന് വീട് ചുറ്റും ചുരണ്ടുകയും ചുരണ്ടിയ പൊടി അവർ പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് തള്ളുകയും വേണം. ആ കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകളെടുത്ത് വയ്ക്കുകയും വേറെ ചാന്തെടുത്ത് വീട് തേയ്ക്കുകയും വേണം. കല്ലുകൾ ഇളക്കിയെടുത്ത് വീട് ചുരണ്ടി തേച്ച ശേഷം വീട്ടിൽ വീണ്ടും പൂപ്പൽ പൊടിച്ചു വന്നാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. ഇതാ പൂപ്പൽ വീട്ടിൽ പടർന്നിരിക്കുന്നു എങ്കിലത് ഭവനത്തിലെ ദോഷകരമായ കുഷ്ഠമാണ്, അത് മലിനമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലുകളും തടികളും വീടിൻ്റെ പൊടി മുഴുവനും പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. വീട്ടിലേക്ക് അത് അടച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. ആ ഭവനത്തിൽ ശയിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. ആ വീട്ടിൽ വച്ച് ഭക്ഷിക്കുന്നവനും തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതൻ വന്നെത്തി പരിശോധിക്കുമ്പോൾ ഇതാ വീട് തേച്ച ശേഷവും വീട്ടിൽ പൂപ്പൽ പടർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പുരോഹിതൻ ആ വീട് ശുദ്ധമെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ആ വീട് ശുദ്ധീകരിക്കാനായി അവൻ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസോപ്പ് എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ ഉറവ വെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് അറക്കണം. അനന്തരം അവൻ ദേവദാരുത്തടി, ഹിസോപ്പ്, ചെമന്ന നൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീട്ടിലേക്ക് 7 പ്രാവശ്യം തൂകണം. അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവ വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരുത്തടി, ഹിസോപ്പ്, ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായിടത്തേക്ക് പറത്തിവിടണം. അങ്ങനെ ആ വീടിനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അത് ശുദ്ധമാകും. സകല കുഷ്ഠബാധയ്ക്കുമുള്ള നിയമം ഇതാണ്. ചിരങ്ങിനും ഭവനത്തിൻ്റെയും കുഷ്ഠത്തിനും തടിപ്പിനും പരുവിനും പാണ്ടിനുമുള്ളത്. മലിനതയുടെ ദിനം സംബന്ധിച്ചും ശുദ്ധിയുടെ ദിനം സംബന്ധിച്ചും തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി കുഷ്ഠത്തെക്കുറിച്ചുള്ള നിയമം ഇതാണ്. സങ്കീർത്തനങ്ങൾ 75. ന്യായവിധിയുടെ പാനപാത്രം. ഗായക നേതാവിന് നശിപ്പിക്കരുതേ ആസാഫിൻ്റെ കീർത്തനം ഗീതം. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ നാമം സമീപസ്ഥമാണ്. അങ്ങയുടെ വിസ്മയനീയ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത് ഞാൻ കൃത്യസമയം നിശ്ചയിച്ച് പരമാർത്ഥതയോടെ വിധിക്കുമെന്നും ഭൂമിയും അതിലെ സകല നിവാസികളും ഇളകുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്നുമാണ്. ധിക്കരിക്കരുത് എന്ന് ധിക്കാരികളോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടരോടുമാണ് ഞാൻ പറയുന്നത്. ഉയരത്തിലേക്ക് നിങ്ങൾ കൊമ്പുയർത്തരുത്. ഗർവിഷ്ഠ കണ്ഠത്തോടെ സംസാരിക്കുകയുമരുത്. എന്തെന്നാൽ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഔന്നത്യങ്ങൾ. ദൈവമാണല്ലോ ന്യായാധിപൻ. അവിടുന്ന് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കയ്യിൽ തീർച്ചയായും ഒരു പാനപാത്രമുണ്ട്. കലർത്തിയ വീഞ്ഞ് നിറഞ്ഞു നുരയുന്നു. അവിടുന്ന് അതിൽ നിന്ന് പകർന്നു കൊടുക്കും. ഭൂമിയിലെ സകല ദുഷ്ടരും അതിൻ്റെ മട്ടുവരെ ഉറ്റിക്കുടിക്കും. എന്നാൽ ഞാൻ എന്നേക്കും വർണ്ണിക്കും. യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനമാലപിക്കും. ദുഷ്ടരുടെ കൊമ്പുകളെല്ലാം ഞാൻ വെട്ടിവീഴ്ത്തും. നീതിമാൻ്റെ കൊമ്പുകൾ ഉയർത്തപ്പെടും.